കേട്ടോ. കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതായത് കണ്ടില്ലേ. ഹലോ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അർമേനിയയിലെ ആരും കാണാത്ത വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവാണ്. വഴിയറിയാതെ എങ്ങോട്ടെങ്കിലും നടക്കാം. നമുക്ക് ആദ്യം തന്നെ റൂമിൻ്റെ സൈഡിൽ റെയിൽവേ ട്രാക്കാണ് കേട്ടോ. ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ ഇതുവരെ ട്രെയിൻ കണ്ടിട്ടില്ല. ആദ്യം അങ്ങോട്ട് തന്നെ പോവാം. അർമേനിയയിലെ ട്രെയിൻ പാളമാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു നിശ്ചയമൊന്നുമില്ല. വെറുതെ റൂമിലിരുന്നപ്പോൾ സ്ഥലം കാണാനായിട്ടൊന്ന് ജസ്റ്റ് പോകുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെയാണോ എന്നറിയില്ല. ഇവിടെ റെയിൽവേ ട്രാക്കിലേക്ക് കയറിയപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒറ്റ ട്രാക്കേ ഉള്ളൂ. ഇവിടെ എപ്പോഴും ട്രെയിനൊന്നും അങ്ങനെ പോകുന്നതല്ല. വല്ലപ്പോഴും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഈ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഈ വലിയ പൈപ്പ് ലൈൻ കണ്ടോ, ഗ്യാസ് ലൈനാണ്. ഗ്യാസ് കണക്ട് ചെയ്യുന്ന പൈപ്പാണ്. ഇവിടെ ഭൂമിക്ക് അടിയിലൂടെ അല്ല, മുകളിലൂടെയാണ് ഗ്യാസ് ലൈനൊക്കെ പോകുന്നത്. അതായത് കണ്ടോ, ഗ്യാസിൻ്റെ ആ ഒരു ഫയറിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിന്നാണ് ചെറിയ പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്ത് ഓരോ ബിൽഡിങ്ങുകളിലേക്കും പോകുന്നത്. ഇതിന് ചുറ്റും കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ വലിയ വലിയ ഫാക്ടറികളാണ്. പക്ഷേ എല്ലാം പൂട്ടിക്കിടക്കാണ്, അധികം പ്രവർത്തനമില്ല. ഇവർ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങളുടെ റൂമിലുള്ളതാണ്. പഞ്ചാബി എന്നുള്ളവരാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ അടുത്തൊരു റെയിൽവേ ട്രാക്ക് എത്തിയിട്ടുണ്ട്. സംഭവം ഇവിടെ ഇത് ട്രെയിൻ പോകുന്ന ട്രാക്ക് അല്ലെന്നാണ് തോന്നുന്നത്. ഇത് ഒരുപാട് പഴയതാണ്. ഇതാ കണ്ടില്ലേ, ഇവിടം വരെ ഉള്ളൂ ഈ ട്രാക്ക്. സത്യത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ആകെ ട്രെയിൻ സർവീസ് ഉള്ളത് ജോർജിയയിലേക്ക് മാത്രമാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. എനിക്കറിയില്ല, പറഞ്ഞു കേട്ടൊരു അറിവാണ്. നമ്മൾ ഈ പാലത്തിന് മുകളിലേക്ക് കയറി പോവാണ്. കണ്ടില്ലേ, ഇത് സത്യം പറഞ്ഞാൽ ആളുകൾ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ആ വഴി ഇങ്ങനെ ഒരുപാട് ആളുകൾ പോയാൽ ഒരു അറിയാൻ കഴിയുന്നുണ്ട്. വഴിയില്ലാന്ന് തോന്നുന്നു ഗായ്സ്, പെട്ട് കേട്ടോ. ഈ ഫാക്ടറി ഇവിടെ വഴിയില്ല ഗായ്സ്, പെട്ടു. തിരിച്ചു പോവാം. തിരിച്ച് നടക്കുന്നതാണ് നല്ലത്. അതായത് കണ്ടില്ലേ, പെട്ട് പെട്ടുപോയി ഗായ്സ്. വഴിയില്ല കേട്ടോ, തിരിച്ച് നടക്കുവാണ്. വീണ്ടും റെയിൽവേ ട്രാക്കിലൂടെയുള്ള നടത്തം തുടരുന്നു. റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്ങനെ അധികം ആരും നടക്കില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആളുകൾ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏതോ അഴുക്ക് ചാലിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങോട്ടാണ് തുറന്നു വിടുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ കണ്ടില്ലേ, ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുവാണ്. ഇത് ഏത് വഴിയാണ്, എന്ത് വഴിയാണെന്ന് അറിയില്ല. എന്തായാലും കയറിപ്പോകാം. റോഡെത്തൂയില്ലെന്നറിയാം. ഒരു സ്റ്റെയർ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതെവിടെയാണ് സത്യത്തിൽ? റോഡെത്തി. ആശ്വാസമായി. കൊള്ളായിരുന്നു കേട്ടോ, ചെറിയൊരു അഡ്വഞ്ചർ യാത്ര. ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ റോഡെത്തി നടക്കുവാണ്. ഇവിടെ ഏതോ ഒരു നല്ല സ്ഥലമുണ്ടെന്നതാ ആ ഫ്രണ്ടിൽ പോകുന്നവൻ പറഞ്ഞിട്ടുണ്ട്. അവനെ വിശ്വസിച്ചാണ് നടക്കുന്നത്. എന്തായാലും നോക്കാം. ഇതാണ് ഇവിടുത്തെ കുടിവെള്ളം.
എല്ലാവരും ഇങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്. കുറച്ച് വെള്ളം ഞാനും കുടിക്കാം. സത്യം പറയാലോ, നല്ല വെള്ളം കേട്ടോ ഇവിടുത്തെ അർമേനിയയിലെ. നല്ല തണുപ്പും നല്ല ശുദ്ധമായ വെള്ളമാണ് എന്നാണ് പറയുന്നത്. കുടിച്ചിട്ടും അങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നത്. അങ്ങനെ ജോലിക്ക് ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും ജോലി. ഇന്നാണ് ക്രിസ്മസിൻ്റെ അവധി കിട്ടിയത്. ഇനി ഒരു 5 ദിവസത്തേക്ക് അവധിയായിരിക്കും. ഈ ഉള്ള 5 ദിവസം ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളായി കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ല, ഇതൊക്കെ ഇവിടുത്തെ വീടാണ്. ഫ്രണ്ടിൽ ആ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വലിയ കണ്ടെയ്നറുകളാണ്. ഇതൊക്കെ ഇറാനിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ. ഇറാനിൽ നിന്നാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതങ്ങളൊക്കെ നടക്കുന്നത്. ഇറാനിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെയുള്ള അർമേനിയൻസ് അവരുടെ വേഷങ്ങളൊക്കെ നോക്കാറുണ്ട്. നമ്മുടെ ധരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നല്ലതുപോലെ നോക്കാറുണ്ട്. ഈ അടുത്ത് വന്ന് അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എന്താണ്, എന്തോ പാർക്കോ എന്തോ ഓഫീസാണെന്ന് തോന്നുന്നു കേട്ടോ. അരിവാളും ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അറിയില്ല. ഇത് കണ്ടോ, സർവീസ് സ്റ്റേഷനാണ്. അവൻ നമ്മളെല്ലാം സ്വന്തമായിട്ട് ഇത് വാഷ് ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെയാണ്. സർവീസ് സ്റ്റേഷനൊക്കെ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം. ആരും കാണില്ല വാഷ് ചെയ്ത് തരാനായിട്ട്. ഇത് കണ്ടോ, ഇതെല്ലാം പഴയകാലത്തുണ്ടായിരുന്ന വലിയ വലിയ ഫാക്ടറികളാണ്. എല്ലാം പൂട്ടിയിട്ടുണ്ട്. ഒന്നും പ്രവർത്തനമില്ല. എല്ലാം അന്നത്തെ വർഷങ്ങളായിട്ട് കാണുന്ന അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുവാണ്. ഞങ്ങളങ്ങനെ നടന്ന് ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഷിറാഖ് സ്ട്രീറ്റ് എന്നാണ് ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ പേര്. അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ അർമേനിയയിൽ എവിടെ നോക്കിയാലും ഗ്യാസ് സ്റ്റേഷൻസ് ഒരുപാട് കാണാം കേട്ടോ. ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട്. തൊട്ടടുത്തടുത്ത് തന്നെയായിരിക്കും. അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ ഇടവിട്ടൊക്കെ അല്ലേ ഗ്യാസ് സ്റ്റേഷൻസൊക്കെ ഉള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഓരോ കിലോമീറ്ററിലും അടുത്തടുത്ത് കാണും. കണ്ടില്ലേ, ഷിറാഖ് സ്ട്രീറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇതാണ് അർമേനിയയിലെ. ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ട്രാഫിക് ലൈറ്റൊന്നും ഇല്ല, സിഗ്നൽ ലൈറ്റൊന്നും ഇല്ല. വാഹനങ്ങൾ നിർത്തി തന്നാണ് നമുക്ക് പോകാനായിട്ട്. സീബ്ര ലൈൻ കണ്ടപ്പോൾ ഇവർ തന്നെ നിർത്തിത്തരും. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നല്ല തിരക്കുണ്ട്. ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ അടുത്ത സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും ലൈറ്റില്ല. ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത റോഡാട്ടോ. ഇതേതോ ബിൽഡിങ്ങിലേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. റോഡിലൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കി, ഇവിടെ രാത്രി കാണുന്നത്. ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി കാണാം, നല്ല രസമാട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത റോഡ് ക്രോസിംഗ് ആണ്. വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, ഈ കാറ് നിർത്തി തന്നാണ്ടില്ലേ. ടൊയോറ്റ ലാൻഡ് ക്രൂസറാണോ ആണെന്ന് തോന്നുന്നു. അതെ, ലാൻഡ് ക്രൂസറാണ്.
എന്നും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇതിലേ പോകാറുണ്ട്. പക്ഷേ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. ഈ സ്ഥലങ്ങളൊക്കെ ഒരു 6-7 മാസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് മാത്രമല്ലേ കാണുന്നുള്ളൂ, ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കൊള്ളാം, അടിപൊളി. നമ്മളിനിയും കിട്ടുന്ന അവധി ദിവസങ്ങളിൽ അർമേനിയിലെ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ റോഡിൽ കൂടെ നടക്കാൻ സ്ഥലമില്ല കേട്ടോ. വാഹനങ്ങളൊക്കെ തൊട്ട് അടുത്തൂടെ പോകുന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു മലയുടെ മണ്ടയിൽ കൂടെ നടക്കുവാണ്. അവിടെ ഒരു ചെറിയ പാർക്ക് കാര്യങ്ങളെന്തോ കാണുന്നുണ്ട് കേട്ടോ. പാർക്കാണെന്ന് തോന്നുന്നു ചെറിയ. അതെ, ഫുട്ബോൾ ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. യെസ്, കൊള്ളാം. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലിൽ കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാലിൽ കയറാൻ സാധ്യതയുണ്ട്. അതാ കണ്ടില്ലേ, വെക്കേഷനൊക്കെ അവർ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളൊരു പാർക്ക് എത്തിയിട്ടുണ്ട്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ, ഒരു തരി ഇല പോലും ഇല്ല. ഇലകളെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. നമ്മളിനി പോകാൻ പോകുന്നതേ ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പുരാതന കാലം തൊട്ടേ ഉള്ള ഒരു പള്ളിയുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. സത്യത്തിൽ ഇവർക്ക് വഴിയേറിനൂടാതെ കേട്ടോ ഈ പോകുന്നതേ. ആരെങ്കിലും എന്തെങ്കിലും പറയൂല്ലെന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലേക്കുള്ളൊരു വഴിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലേക്ക് പോകാനുള്ള വഴിയായിരിക്കും. അറിയില്ല. ആകെ ഒരു ദിവസം ഇങ്ങനെ കിട്ടിയതുകൊണ്ട് വെറുതെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ വഴി തീർന്നിട്ടുണ്ട്. ഇതെന്തോ തുരങ്കമാണെന്ന് തോന്നുന്നു കേട്ടോ. ബങ്കറുകളാട്ടോ ഇവിടെ അധികം കാണുന്ന. എന്താണെന്ന് അറിയില്ല. ഇതുണ്ടോ, നല്ല ഹൈറ്റിൽ നിന്നുള്ള പണ്ട് കാലത്ത് എന്തോ ഉപയോഗിച്ചിരുന്ന ബങ്കറുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ കണ്ടോ, വലിയ വലിയ മലകളാണ്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഏതൊരു വാഹനം വരുന്നുണ്ട്. ചെറിയ വഴിയാണ്, ആകെപ്പെട്ട് ഗായ്സ്. നമുക്ക് റോഡിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല ഈ വഴി പോയാൽ. ഏതോ ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല അവിടെ. നടന്ന് നോക്കാം. ഏതോ ഫാക്ടറിയിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. വഴി തീർന്നെന്ന് തോന്നുന്നു. പെട്ട് കേട്ടോ. വഴിയുണ്ടോയെന്നറിയില്ല. ഇവിടെ വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ശബ്ദം കേൾക്കുന്നത്. അതെ അതെ, ഇവിടെ വഴിയുണ്ട് ഗായ്സ്, വഴിയുണ്ട്. ആരും ഒന്നും പറഞ്ഞില്ല, ഇതിലേ പോയാൽ മതി എന്നാണ് പറയുന്നത്. ഇതാ നമുക്ക് പോകേണ്ടത് ആ മലമുകളിലേക്കാണ്. ഇതേ കണ്ടോ, അവിടെ റോഡുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുവഴി പോകാതെ ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ. ഇതെന്തിൻ്റെ ഫാക്ടറിയാണ് എന്നൊന്നും അറിയില്ല. പഴയ വാഹനമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ബെൻസ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓണറിൻ്റെ ആയിരിക്കും. ഇതുവഴിയാണെന്ന് തോന്നുന്നു നമുക്ക് പോകാനുള്ളത്. അടിപൊളി. ഇവിടെ ക്ലോസ്ഡ് ആണ്. മലമുകളിലെത്തണം. ഇതാന്ന് തോന്നുന്നു പറഞ്ഞ വഴി. സത്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വഴി അറിഞ്ഞൂടാത്തൊരു നാട്ടിൽ, ഒന്നും അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും വഴി കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നുള്ളൊരു ത്രില്ലുണ്ടല്ലോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെയൊക്കെ പശുവിനെ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.
സ്ഥലം. ഇതെങ്ങനെയാണ് ഇനി മുകളിലെത്തുന്നത് അറിയില്ല. വഴിയില്ല കേട്ടോ, ബ്ലോക്കാണ് അവിടെ. തിരിച്ചു പോവുകയാണ് വീണ്ടും. വഴിയിൽ ഒരാളെ കണ്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ചോദിക്കുവാണ് ഇതിൽ എങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് അതിനാണ് ഒരു ഹിന്ദിക്കാരനായിരുന്നു കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടുണ്ട്. വഴി അതിലേ ഇല്ലെന്നാണ് പറയുന്നത്. തിരിച്ച് ഇതുവഴി തന്നെ പോകണം, ടാക്സിയിൽ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ മല കയറി പോകാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. നമ്മളങ്ങനെ നടന്ന് ഏതൊരു സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഏതൊരു ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ അധികം ആരും കാണുന്നില്ല. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. എല്ലാവരും വീടിനകത്താന്ന് തോന്നുന്നു കേട്ടോ. ആരെയും പുറത്ത് കാണുന്നില്ല. ഇതാ ഒരു കാറ് പോകുന്നുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, എല്ലാം ഒരു പഴയ ഒരു നിർമ്മാണ രീതിയാണ്. ഇവിടെ ഈ മഞ്ഞുകാലം ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് ഈ കർവ്ഡായിട്ടാണ് എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ മഞ്ഞ് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. നോക്കി, പുറത്തൊന്നും ഇവർ ഒരു പരിപാടിയും ചെയ്യില്ല. ഇതേപോലെ കല്ലിട്ട് കെട്ടി ആ ഒരു പഴയ രീതിക്ക് മാത്രമേ വീടുകളൊക്കെ ഇവിടെ വയ്ക്കത്തുള്ളൂ. പക്ഷേ ഈ ഇൻറ്റീരിയർ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. നല്ല രസമാണ് കാണാനായിട്ട്. ഇതുണ്ടോ, ഈ വീടിന് മുമ്പിലെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് മുന്തിരിച്ചെടികളാണ് കേട്ടോ. ഈ ഉണങ്ങി നിൽക്കുന്ന എല്ലാം മുന്തിരിച്ചെടികളാണ്. ഇതൊക്കെ ഇനി സമ്മർ സീസൺ ആകുമ്പോഴേ എല്ലാം പഴയതുപോലെ ആകും. എല്ലാം ഉണങ്ങി നിൽക്കുക. ഒരു ചെറിയൊരു വഴി കണ്ടിട്ടുണ്ട്. ഇതുവഴി പോയാൽ എവിടെ എത്തുമെന്ന് നോക്കാം. എന്തായാലും ചെറിയൊരു ഇരുമ്പ് പാലമാണെന്ന് തോന്നുന്നു. അതായത് കണ്ടോ, ഒരു ഇരുമ്പ് പാലമാണ്. നല്ല ആട്ടം ഉണ്ട് കേട്ടോ. അത് പൊടിഞ്ഞ് വീഴും. അടിപൊളി. ഇത് താൽക്കാലികമായിട്ടൊരു ഷീറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാലം കേട്ടോ. ഇത് നല്ല കുലുക്കമുണ്ട്. ദൈവം ഇതിലൂടെയാണ് ആ കാറ് വരാൻ പോകുന്നത്. വീണ്ടും പെട്ടിട്ടുണ്ട്. വഴി തീർന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരേണ്ട ടൈമായി. ഇതും ഏതോ ഒരു ഫാക്ടറിയിലേക്കോ ഫാമിലേക്കോ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. അതായതുണ്ടോ, പ്രാവുകളാണ്. പ്രാവ്, കോഴി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ. ഇതൊക്കെ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. ഉള്ള ആളുകളൊക്കെ അധികം കൃഷിയാണ് ഇവിടെ. അർമേനിയയിൽ ഏറ്റവും കൂടുതൽ കൃഷിയാണ് കാണപ്പെടുന്നത്. ഇത് കണ്ടോ, എല്ലാം ഒരു കാട് ഏരിയയാണ്. ഇതെല്ലാം ഓരോ കൃഷിസ്ഥലങ്ങളാണ്. ഓരോ പല ഓറഞ്ച്, ആപ്പിള്, ആപ്രിക്കോട്ട്. ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കൃഷിമാർഗ്ഗമാണ് ഈ ആപ്രിക്കോട്ട് എന്ന് പറയുന്നൊരു ഫലം. നല്ല രുചിയാണ് അതിന്. ഇതൊക്കെ ഓരോ ഫാമുകളാണ് കേട്ടോ. വഴി തീർന്നിട്ടുണ്ട്. ഇതേതോ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും പുറത്തൊന്നും ആരെയും കാണില്ല കേട്ടോ. പുറത്തൊന്നും ഒരു മനുഷ്യരെയും കാണുന്നില്ല. ഇവിടെ ഈ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ജലചക്രമൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് മുകളിൽ എത്തിപ്പെടാൻ പറ്റൂല എന്നാണ് നമ്മൾ നോക്കുന്നത്.
റോഡ് മുകളിലുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഇതിൽ പോകാൻ പറ്റുമെന്ന് നോക്കാം എന്തായാലും. അതായത് കണ്ടില്ലേ, ജലചക്രമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ദൈവം, ഇവിടുത്തെ ഈ വളർത്തുമൃഗങ്ങളെ കണ്ടോ, എന്തോ വലിപ്പമാണെന്ന് നോക്കണേ. ഇതോ അവിടെ ഒരാൾ നിൽപ്പുണ്ട്, സൈലൻ്റായിട്ട് നിൽക്കും കേട്ടോ. ആൾ കുരയ്ക്കുന്നതൊന്നുമില്ല. അങ്ങനെ നടന്ന് ഏതോ ഒരു ഫാക്ടറിയുടെ പുറകിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് ഒരു ഐഡിയ ഇല്ല. ഇവിടം വരെ വന്നത് വെറുതെ എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി നോക്കാം. എന്തായാലും റോഡെത്താതിരിക്കില്ല. പക്ഷെ വഴിയിലൊന്നും ഒരാളെപ്പോലും കാണാനില്ല. അതാണ് ഇവിടുത്തെ ഒരു എന്താണെന്നറിയില്ല. ഇവിടെയൊക്കെ ചെറിയ ഇരിപ്പിടം കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ മുമ്പ് ഇരിക്കാറുണ്ടായിരുന്നെന്ന് തോന്നി. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പ് നല്ല രീതിക്ക് ആളുകളൊക്കെ വന്നിട്ടുള്ള സ്ഥലമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്യായേ പെട്ട് ഗായ്സ്, പട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഇനി രക്ഷയില്ല, തിരിച്ചു പോവുകയാണ് കേട്ടോ. അർമേനിയയിലെ ആരും സഞ്ചരിക്കാത്ത വഴികളാണിത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വീഡിയോ ബ്ലോഗ് ആരും ചെയ്ത് കാണില്ല. ഈ സ്ഥലങ്ങൾ കണ്ടോ, ഇതൊക്കെ ഉൾഗ്രാമങ്ങളാണ്. അങ്ങനെ നമ്മളെവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടാണെന്ന് തോന്നുന്നു പോകാനുള്ളത്. നമ്മളൊരു പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇവരുടെ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് ഈ കണ്ടത്. കുട്ടികളുടെ പാർക്കാണ്.